എന്റെ കയ്യിരിക്കുന്നതാണ് വിവോ X200 Pro. ഇതിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടിപൊളി ഫോണാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ക്യാമറയെ കുറിച്ചായിരിക്കും അറിയാൻ വേണ്ടി കൂടുതൽ താല്പര്യമായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മലയാളം ചാനലിൽ കുറെ പേര് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആണ് ഗൈസ്. അപ്പൊ ഗൈസ്, ആക്ഷൻ ഡ്യൂഡ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ ഈ വിവോ X200 Proന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അൺബോക്സിംഗ് വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുക ആൻഡ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഗൈസ്. യോ മോനെ, ഇതാണ് സാധനം നമ്മുടെ കയ്യിരിക്കുന്ന വിവോ X200 Pro കോ എഞ്ചിനീയർഡ് വിത്ത് സൈസിന്റെ ക്യാമറ വരുന്ന അടിപൊളി സാധനമാണ് ഇത് മോനെ. ഓക്കെ, ഇതാണ് ഫോണിന്റെ ബോക്സ് വരുന്നത്. X200 Pro എന്ന് ഫ്രണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബോക്സ് ആണ്, സൈഡിലും ഉണ്ട്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഫോൺ ഇരിക്കും. നല്ല അടിപൊളി വലിയ ഫോണാണ് ഗൈസ്. ഇത് നേരത്തെ അൺബോക്സ് ചെയ്ത ഒരു ബോക്സ് ആണ്, അതാണ് ഫോണകത്ത് കവർന്നിരിക്കാത്തത്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് കുറച്ച് നമ്മുടെ കേസ് ഇരിപ്പുണ്ട്. ഒരു സാധാരണ വരുന്ന ഒരു കേസ്, കുറേ നാളെ ഇതൊക്കെ കണ്ടിട്ട്. പിന്നെ ഞാൻ പൈസ എണ്ണുന്ന പോലെ അതിനകത്ത് ബാക്കി എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി. കുറച്ച് കാർഡൊക്കെ ഉണ്ടായിരുന്നു, അത് നോക്കി. ഇനി ഈ ബോക്സിനകത്ത് വയറും പിന്നെ വലിയൊരു 90 വാട്ടിൻ്റെ ചാർജർ, 90 വാട്ടിൻ്റെ ചാർജറുണ്ട്. അടിപൊളിയാണ്. ഇനി ഫോൺ നോക്കാം. ഇതാണ് നമ്മുടെ സാധനം. അയ്യ, അടിപൊളി കേട്ടോ, ഗംഭീര സാധനം. ജസ്റ്റ് ലുക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഫോൺ ഓൺ ആകുന്നു. വിവോ 5G പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നു. ഫോൺ തുറന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നല്ല സ്മൂത്തായിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ വലിയ ഡിസ്പ്ലേ, കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ പിന്നെ അതെല്ലാം ഞാൻ സ്മൂത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എല്ലാം പെട്ടെന്ന് സ്പീഡി ആവുന്നുണ്ട്. വിവോ X200 Pro ഇൻ ഹോം തിയേറ്റർ ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു ഷോപ്പാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് അടൂർ എക്സ്പീരിയ മൊബൈൽസിലാണ്. അപ്പോൾ താങ്ക് യു അടൂർ എക്സ്പീരിയ. നമ്മുടെ ഇതാ ഫോൺ ഇരിപ്പുണ്ട്. നോക്കിയേ, ഭയങ്കര വലിയ മുട്ട ക്യാമറയാണ്. 4 ക്യാമറ ഇരിപ്പുണ്ട്. ഒരു വലിയ ക്യാമറയുണ്ട്. 200 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയാണ് ഇതിന്റെ അതിരിക്കുന്നത്. ഭയങ്കര സാധനം, ഭയങ്കര സെറ്റപ്പ് ആട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. കുറെ സൂം ചെയ്താലും നമുക്ക് ഇതിന്റെ അൾട്രാ വൈഡ് ക്യാമറയിലും ഏത് ലെൻസിൽ വെച്ച് ഫോട്ടോ എടുത്താലും നല്ല ഡീറ്റെയിലിംഗ് ഫോട്ടോസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ക്യാമറ കിങ് ആണ് ഗൈസ്. ഒരു മിനി DSLR എന്നൊക്കെ പറയാം. അപ്പൊ ഇപ്പൊ ഇതിനു മുന്നേ അതുപോലെ മിനി DSLR എന്ന് പറയാൻ പറ്റിയ ഫോണൊക്കെ ഇറങ്ങിയിരുന്നു. പക്ഷെ ഇപ്പൊ വിവോയുടെ ഈ ഫോൺ നെട്ടിപ്പിച്ച് കളഞ്ഞ് രസമുള്ള ഫോട്ടോസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ഒരു വട്ടം ഒരു ഫോട്ടോ എടുത്താൽ പിന്നെ നമുക്ക് ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കാൻ തോന്നും. അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തുവാണെങ്കിലും ഇങ്ങനെ എടുത്തോണ്ടിരിക്കാൻ തോന്നും. അതുപോലെയാണ് ഇതിന്റെ ക്യാമറ. കൈസ്, ഞാൻ ഇത്ര എക്സൈറ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഫോണിൽ ഇത്രയും ക്ലാരിറ്റി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കണ്ടത്. ഞാൻ ഇതിനു മുന്നേ ഉള്ള എന്തോ ഷവോമിയുടെ ഒക്കെ ഭയങ്കര DSLR ഫോണൊക്കെ ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇതിനെയാണ് ആദ്യമായിട്ട് ഫിസിക്കലായിട്ട് ഇതിനെ യൂസ് ചെയ്തത്. ഇതിന്റെ ക്യാമറ ഒക്കെ നോക്കി ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയ ഫോൺ ഇതാണ്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ക്യാമറ ഉള്ള ഭയങ്കര ഫോൺസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അല്ലാതെ iPhone 14 Pro 13 Pro ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ, ഫോട്ടോ നല്ല ഡീറ്റെയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ക്യാമറ ഫോൺ എനിക്ക് ഇപ്പൊ ഇതാണ് ഭയങ്കരമായിട്ട് തോന്നിയത്. ഭയങ്കര ക്വാളിറ്റി കേസ്. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വെരി നൈസ്. നല്ലൊരു അലൂമിനിയം ഫ്രെയിം ആണ്. ഇപ്പൊ കയ്യിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ ടൈറ്റാനിയം ഗ്രേ എന്ന് പറയുന്ന കളറാണ്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇത്രയും സ്ലിം ആണ് വരുന്നത്. പിന്നെ ഈ ക്യാമറ ഇരിക്കുന്നതിന്റെ ഒരു ഇതുണ്ട്, ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ തള്ളിയിരിക്കും. ഭയങ്കര വലിയ ക്യാമറ ആയതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഇതേ ഉള്ളൂ. അല്ലാണ്ട് ഫോൺ സ്ലിം ആണ്. ക്യാമറയുടെ ഇത് വരുന്നതിന്റെ ഒരു ഇതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ വിവോ X200 Proന്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാണാം. കണ്ടോളൂ ഗൈസ്, കണ്ടിട്ട് പറയൂ. ഇത് 93mm, 35mm, 50mm, 85mm, 135mm. എങ്ങനെയുണ്ടോ ഗൈസ് ക്വാളിറ്റി, പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ? ഓക്കെ, അങ്ങനെ ഫോട്ടോ സാമ്പിൾസ് ഉണ്ടല്ലോ. ഇനി ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കാം. ഇത് ഔട്ട്ഡോർ നമുക്ക് നല്ലൊരു ഇറച്ചി നിൽക്കുന്ന ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഗംഭീര ഡിസ്പ്ലേ ആണ് കേട്ടോ. ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കളേഴ്സും ഒക്കെയുള്ള അടിപൊളി കിടിലൻ ഡിസ്പ്ലേ ആണ്.
അപ്പോൾ ഫോട്ടോയിൽ മാത്രമല്ല കേട്ടോ, വീഡിയോയിലും ഭയങ്കരമാണ്. നമുക്ക് വീഡിയോയെക്കുറിച്ച് വരാം. വീഡിയോയിൽ നിങ്ങൾ കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ പോർട്രേറ്റ് മോഡിൽ കുറേ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലെൻസ് മാറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇനി ഗെയിമിങ്ങിൻ്റെ സമയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാറക് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഗെയിമാണ്. സ്ട്രക്കോ കാര്യങ്ങളൊന്നും ഗെയിമിലില്ല. ഇതേ കൊണ്ടുള്ളൂ. കാറക് സ്ട്രീറ്റ് മാത്രമല്ല, പബ്ജിയും കൂടി കളിച്ച് നോക്കാം. ബാറ്റിൽ ഗ്രൗണ്ട്സ് BGMAയും കൂടി കളിച്ച് നോക്കാം. BGMയിൽ ഏറ്റവും ടോപ്പ് സെറ്റിങ്സ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വിവോ X200 Proൻ്റെ കുറച്ച് കാര്യങ്ങൾ. കഴിഞ്ഞില്ല, ഇനി നമുക്ക് മാക്രോ ഫോട്ടോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം. അയ്യോ, എന്താ ഇത് ഈ ഒരു ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോയി, സത്യം പറയാലോ. ഇതെന്തോന്നറിയാ, ഇതാണ് എടുത്ത ഈ ഒരു പൂവിനെ എടുത്ത ഫോട്ടോയാണ്. സൂപ്പർ മാക്രോയിൽ എടുത്ത ഫോട്ടോയാണ്. സീനെന്ന് വെച്ചാൽ അട്ടി പൊളി. വാവു എന്ന് പറയാൻ ഞാൻ കുറെ നാളൊക്കെ ശേഷമാണ് വാവു ഒരു ഫോട്ടോ എടുത്തിട്ട് ഉള്ളിൽ നിന്ന് ഒരു ഇത് വരുന്നത്. അമ്മോ, ക്യാമറയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സീൻ നോക്കൂ. ഇത് 4K 60 FPS വീഡിയോ ആണ്. ഡോൾബി വിഷൻ വീഡിയോ ആണ് വിത്ത് HDR. അടിപൊളി വീഡിയോ അല്ലേ, നല്ല സ്മൂത്ത് ഉണ്ട്, കൊള്ളാം. ഇത് ഫുൾ HD 60 FPS ഡോൾബി വിഷൻ വീഡിയോ ആണ്. പോർട്രേറ്റ് വീഡിയോ ആണ്, ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇരിക്കും. 30 FPS ആണ്. ഇത് പോർട്രേറ്റ് വീഡിയോ ആണ് വിത്ത് ഒരു ഫിൽട്ടർ. 3.9 XL ആണ് എടുക്കുന്നത്. ഗൈസ്, നമ്മുടെ പൂച്ച നടന്നു വരുന്നുണ്ടോ? ഇത് ഡോൾബി വിഷൻ ഫുൾ HD 60 FPS വീഡിയോ ആണ്. ഇതിൻ്റെ ലെൻസ് ഷിഫ്റ്റിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ 20x വരെ പോകാൻ പറ്റും കണ്ടോ, 20x വരെ കിഡില്ല. ഇതിപ്പോൾ വൈഡ്. നിങ്ങൾ നോക്കിയേ, ഇതൊരു പോർട്രേറ്റ് വീഡിയോ ആണ്. ഇനി നിങ്ങൾ കണ്ണുള്ളൂ, പോർട്രേറ്റ് വീഡിയോ അല്ല, ഇതൊരു ഒരു പോർട്രേറ്റ് മോഡും ഇല്ലാതെ എടുക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ 200 MP ടെലിഫോട്ടോയിൽ എടുക്കുന്ന വീഡിയോ ആണ്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഈ ഫോട്ടോയിൽ മാത്രമല്ല വീഡിയോയിൽ ഞെട്ടിപ്പിച്ച് കളഞ്ഞ് തന്നെ ഗംഭീര വീഡിയോ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ വീഡിയോ കഴിഞ്ഞില്ല, ചെറിയൊരു റിവ്യൂ ഞാൻ പറയാൻ പോവുകയാണ്. കൈസ് കണ്ടോളൂ. ഒരു കാര്യം കൂടി പറയട്ടെ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഈ ഫോണിന്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ വിവോയുടെ ഈ ക്യാമറയ്ക്കകത്ത് അവർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സെയ്സ് എന്ന് പറയുന്ന അവരുടെ ക്യാമറ. സോണി IMX ലെൻസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിനകത്തുള്ള ചെറിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. ഇതിന്റെ ഫിംഗർ പ്രിന്റ് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ്. എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ തൊട്ടാലും ഫിംഗർ പ്രിന്റ് ആവും, ആ ടൈപ്പ് ഫിംഗർ പ്രിന്റ് ആണ്. അപ്പോൾ ഈ ഫോണിന് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 90 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഉണ്ട്. അത് 30 വോട്ടിന്റെ വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന വെച്ചാൽ പ്രോ ഫോണാണ്. ഇതിന്റെ ബേസ് വേരിയന്റ് ഫോൺ ഉണ്ട്. ബേസ് വേരിയന്റ് ഫോണിന് വയർലെസ് ചാർജിങ് ഇല്ല, അങ്ങനൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ബേസ് വേരിയന്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഫോണിന്റെ കളർ എന്ന് പറയുന്നത് ടൈറ്റാനിയം ഗ്രേ എന്ന് പറയുന്ന കളറാണ് കേട്ടോ. ഐഫോണിന്റെ കളറിന്റെ പേരൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ടൈറ്റാനിക് ഗ്രേ. ഓക്കെ, ഒരു വൈറ്റ് പോലെയൊക്കെ ഇരിക്കും. പിന്നെ അല്ലാണ്ട് കോസ്മോസ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നല്ല കത്തി നിൽക്കുന്ന ഡിസ്പ്ലേ ആണ്. വെളിയിലൊക്കെ പോകുമ്പോൾ നല്ല ഇറിച്ച് നിൽക്കും, നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. പിന്നെ കളറും കാര്യങ്ങളൊക്കെ ഓവർ കളറൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ടോണൊക്കെ ഉള്ള ഒരു കാണുമ്പോൾ നമുക്ക് ഓവറായിട്ട് തോന്നുന്നില്ല, നല്ലൊരു ടോണിലുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് 2042 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. മാക്സിമം 2042 നിറ്റ്സ് വരുന്നുണ്ട് ബ്രൈറ്റ്നസ്. പിന്നെ നമ്മുടെ ഈ ഫോണിൽ വരുന്ന ലൗഡ് സ്പീക്കർ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ലൊരു വോളിയം ഉണ്ട്, ക്വാളിറ്റി സൂപ്പറാണ്, വെരി ഗുഡ് ക്വാളിറ്റി ആണ് ഗൈസ്. ഓക്കെ, പിന്നെ ഐഫോണിന്റെ വെച്ച് നോക്കുമ്പോൾ ഐഫോണിന്റെ ഒരു ചെറിയൊരു ബേസും ഒക്കെ ഉള്ള ഒരു സ്പീക്കറാണ്. അത്രയൊരു ക്വാളിറ്റി കേട്ടപ്പോ രണ്ട് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഒന്നും ഇല്ലാന്നില്ല എന്ന് ഞാൻ പറയുന്നത്. ഐഫോണിന്റെ വേറെ ടോണാണ്, ഒരു ബാസും
ഇച്ചിരി കുറച്ചും കൂടി ഒരു ഡെപ്ത് ഫീൽ ഒക്കെ വരും. ഇതിന്റെ എന്ന് വെച്ചാൽ അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡിൽ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഡിസ്പ്ലേക്ക് ആണെങ്കിൽ നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. HDR10+ സപ്പോർട്ട് ഉണ്ട്. ഡോൾബി വിഷൻ ഒക്കെ ഉള്ള ഡിസ്പ്ലേ ആണ്. വീഡിയോയിൽ എടുക്കുമ്പോഴും നമുക്ക് ഡോൾബി വിഷൻ ഉണ്ട്. HDR വീഡിയോസ് എടുക്കാം. നെറ്റ്ഫ്ലിക്സിലൊക്കെ ആണെങ്കിൽ HDR കണ്ടന്റും HDR10+ കണ്ടന്റ് ഒക്കെ കാണാൻ പറ്റും. അടിപൊളിയാണ്. നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് ആ സമയത്തൊക്കെ. പിന്നെ ഇതിന്റെ ഗൈസ് AnTuTu സ്കോർ എത്ര ഉണ്ടെന്ന് പറയാം. ഒരു 29, 23, 56, 7 ഉണ്ട് ഗൈസ് കേട്ടോ. ഒരു നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോൺ തന്നെയാണ്. അപ്പൊ ഈ Vivo X200 Proയിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസറിന്റെ പേര് MediaTek ആണ്. MediaTek Dimensity 9400ന്റെ ഒരു 3 നാനോമീറ്റർ വരുന്ന ചിപ്സെറ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോ ഒരു വലിയൊരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇതിനകത്ത് കാർ സ്ട്രീറ്റ് കളിച്ചു നോക്കി, PUBG കളിച്ചു നോക്കി. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഭയങ്കര ജിറ്ററോ എന്നിട്ട് FPS ലാഗോ സ്റ്റക്കായി പോക്കലോ ഒന്നുമില്ല. പിന്നെ ഫോൺ ചൂടാവുന്നതിനെ കുറിച്ച് പറയുവാണെങ്കിൽ ചൂടൊക്കെ ആവും, ചെറിയൊരു വാമൊക്കെ ആവും. പക്ഷെ ഓവർ വാം ആവത്തില്ല. ഒരു വാമായ ആ ഒരു വാമിൽ തന്നെ ആ ഒരു ലെവലിൽ തന്നെയാണ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ കൂടുതൽ അങ്ങോട്ട് ചൂടാവുന്നില്ല. ഞാൻ കുറെ ക്യാമറ യൂസ് ചെയ്തപ്പോഴും ഗെയിം കളിച്ചപ്പോഴും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓൺ ദ ബോക്സ് Android 15 നമുക്ക് ഈ ഫോൺ കിട്ടുന്നത് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഫൺനോയ്സ് ആണ്. ഫൺനോയ്സിനെ കുറിച്ച് അറിയത്തില്ല എനിക്ക് അത്ര. ഫൺനോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബിൽഡ് നല്ലൊരു ടഫസ്റ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അലൂമിനിയം അലോയ് ഫ്രെയിം ആണ് ഗൈസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു പ്രീമിയം ടച്ച് വരും ഗൈസ്. നല്ലൊരു അലൂമിനിയത്തിന്റെ അലോയ് സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, എന്നിട്ട് ഫൈബർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൈസ് ഫോണിൽ ഡിസ്പ്ലേ ഒരു LTPO AMOLED ഡിസ്പ്ലേ ആണ്. ആ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ പിന്നെ HDR10+, ഡോൾബി വിഷൻ, എന്നിട്ട് 4500 നീറ്റ്സ് പീക്ക് ഒരു സംഭവം HDR10+ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 50 മെഗാ പിക്സലിന്റെ ക്യാമറ, 23mm വൈഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ 200 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ ഉണ്ട്. അതായത് ടെലിഫോട്ടോ ലെൻസ് 200 മെഗാ പിക്സലാണ്. 85mm വരെ സൂം ചെയ്യാൻ പറ്റും. അടിപൊളി. എന്നിട്ട് മൾട്ടി ഡയറക്ഷണൽ PDAF OIS എന്ന് പറയുന്ന സ്റ്റെബിലൈസേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 3.7x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുണ്ട്. മാക്രോ എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത മാക്രോ ആയിരുന്നു. പിന്നെ വീഡിയോ മാക്സിമം 8K ഷൂട്ട് ചെയ്യാൻ പറ്റും. 8K വരെ, 8Kയിൽ 30 FPS വരെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 4Kയിൽ 30, 16 നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 120 Hz വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 180p ഉണ്ട്. പിന്നെ ഫുൾ HD, ഡോൾബി വിഷൻ, HDR, അങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന വേരിയന്റ് എന്ന് വെച്ചാൽ 512GB ആണ് വേരിയന്റ്. 16GB RAM ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഈ ഫോണിന്റെ കാര്യങ്ങൾ ലാസ്റ്റ് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഫോൺ അടിപൊളിയാട്ടോ, ഭയങ്കര ഫോൺ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോൺ റിവ്യൂ കാര്യങ്ങളൊന്നും അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല. കുറെ നാൾക്ക് ശേഷം ഒരു ഫോൺ അങ്ങ് കൈ കിട്ടിയ സാധനം നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളിപ്പോ വാങ്ങിച്ചിരിക്കുന്ന ഫോൺ എന്ന് വെച്ചാൽ iPhone 16 ആണ്. iPhone 16ന്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് യൂസ് ചെയ്തപ്പോ ഫോട്ടോ കണ്ട് കണ്ണ് തെള്ളിപ്പോയെന്ന് വെച്ചാൽ കണ്ണ് തെള്ളിപ്പോയി എന്ന് പറയാൻ ഒരു രക്ഷയില്ലാത്ത ഫോട്ടോ ആയിരുന്നു. ഭയങ്കര അടിപൊളി ഫോട്ടോ. മാക്രോ ഫോട്ടോ എന്ന് വെച്ചാൽ ടെലിഫോട്ടോ വെച്ച് നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കാം. എന്റെ മോനെ അത് സെറ്റ് ആയിരുന്നു. ആ ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു ക്യാമറ ഉള്ള ഒരു കിടിലൻ ഫോൺ ഇപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഫോണാണെന്ന് തോന്നുന്നു ഏറ്റവും കത്തിയിരിക്കുന്നത്. വിവോയുടെ X200 Pro എന്ന് പറയുന്ന ഈ ഫോൺ. പ്രോ നോക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പ്രോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിൽ ഇപ്പൊ ഇത് സെയിൽ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എക്സാക്ട്ലി ഇതിന്റെ വാല്യൂ പറയാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ഷോപ്പുകാർ തന്നിരിക്കുന്ന ഒരു പ്രൈസ് ഞാൻ പറയാം. അതായത് 94,999 ആണ് ഒരു എക്സെപ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പൊ ഇതിന് വില വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. Amazon.in 512GB 60GB RAM വരുന്ന ഫോണിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. പ്രൈസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ ഗൈസ് ഫോണിന്റെ കയ്യിരിപ്പുണ്ട്. ഫോൺ ചാർജ് ചെയ്തിട്ടേക്ക് വരുന്നത്. ഇതൊരു ഡെമോ ഫോണാണ്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കത്തില്ല, നമ്മൾ കുറച്ച് നേരം യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സൂപ്പറാ. കുറെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല കണ്ടില്ലേ, നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് ഫോണിന്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് പ്രത്യേക രീതിയിൽ എല്ലാ സൈഡും കർവ്ഡ് ആണ് ഇരിക്കുന്നത്. ഒട്ടും ബസലില്ലാത്ത ഒരു ഡിസ്പ്ലേ പോലെ നമുക്ക് തോന്നും കേട്ടോ. അത് തോന്നുന്നല്ല, അങ്ങനെ തന്നെയാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഇതിനപ്പുറം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നില്ല. ഇതോടെ നമ്മുടെ ഈ വീഡിയോ നിർത്തുവാണ് കേട്ടോ. വീഡിയോ ഫോൺ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യുക. അപ്പൊ മറക്കണ്ട, അടൂര് എക്സ്പീരിയൻ പോയി നിങ്ങൾ ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ നോക്കുക. അവരാണ് നമുക്ക് ഈ ഫോൺ തന്നത്. അപ്പോൾ ഒന്നുകൂടി താങ്ക് യു പറയാണ് എക്സ്പീരിയക്ക് ഈ ഫോൺ നമുക്ക് റിവ്യൂ തന്നതിന്. ഓക്കെ, അപ്പോൾ എന്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ് ആണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ ഗൈസ്.